എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഔഷധവീര്യമുള്ള ഒരു പാനീയം എങ്ങനെ വളരെ ലളിതമായി ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. നമുക്കറിയാം, നമ്മൾ ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾ, ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങൾ എല്ലാം തന്നെ നമ്മൾ നിത്യ രോഗികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അതിനുള്ള പ്രധാന കാരണം ഒന്ന് രക്തശുദ്ധി ഇല്ലായ്മ, മറ്റൊന്ന് ദഹന പ്രക്രിയകൾ വേണ്ട രീതിയിൽ നടക്കാത്തതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് മലമൂത്ര വിസർജനം വേണ്ട രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ഒരുവിധ രോഗങ്ങൾക്കൊക്കെ നമുക്ക് ഒരു മാറ്റമുണ്ടാകും. അതുകൊണ്ട് നല്ല ദഹനം കിട്ടാൻ, അതുപോലെ രക്തശുദ്ധി, ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അതിന് ഒന്ന് ചെറുനാരങ്ങയാണ് വേണ്ടത്, മറ്റൊന്ന് അതുപോലെ ഉണക്കമുന്തിരി. നമുക്കറിയാം, ഇതൊക്കെ സുലഭമായിട്ട് അങ്ങാടിയിൽ കിട്ടുന്ന സാധനമാണ്. നാരങ്ങ, അതുപോലെ കറുത്ത മുന്തിരി, അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഇത്രയും മാത്രം മതി ഈ ഔഷധപ്പാനീയം ഉണ്ടാക്കാൻ. അതുകൊണ്ട് നമുക്ക് ഔഷധപ്പാനീയം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കട്ടെ, രീതി എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഓക്കെ, നമുക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. ഒരു ചെറുനാരങ്ങ, കുറച്ച് ഉണക്കമുന്തിരി, അതോടൊപ്പം കുറച്ച് മഞ്ഞൾ. ഈ 3 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. സ്റ്റൗ കത്തിച്ചതിന് ശേഷം 2 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം തിളച്ച് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഉണക്കമുന്തിരി കുറച്ചിട്ടാൽ മതി, തോനെയൊന്നും ഇടണ്ട. ഒരു 5-10 ഉണക്കമുന്തിരി ഇട്ടാൽ മതി. അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, നല്ലവണ്ണം വെട്ടി തിളപ്പിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം ഇത് നമ്മൾ കപ്പിലേക്ക് ഒഴിക്കുക. കപ്പിലേക്ക് ആക്കിയതിന് ശേഷം നമ്മൾ കരുതിയിരുന്ന ചെറുനാരങ്ങ നീര് കുറച്ച് ഇതിലേക്ക് പിഴിയുക. അപ്പോൾ നമ്മൾ ഉണ്ടായി കഴിഞ്ഞു, കുടിച്ച് നോക്കാം. ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാം. ഒരു രുചിക്കുറവോ ഒന്നും തന്നെ ഇല്ല. ഔഷധപാനീയം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങളും ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഗുഡ് ബൈ.